കെ ശൈലജ ടീച്ചർ ഏതാണ്ട് 7000 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്. പുറത്തു വന്നത് കെ ശൈലജ വിജയിക്കും എന്ന തരത്തിലാണ് പാർട്ടി നിഗമനമെന്നൊക്കെയാണ്. CPI ചർച്ച അനുസരിച്ച് അവർ നേരിയ മാർജിൻ, അതായത് പരമാവധി 75 സീറ്റ് കിട്ടി അധികാര തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് CPI ഉള്ളത്. ഇതിൽ UDF അവകാശപ്പെടുന്നത് പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ LDFനെതിരെ ഉണ്ടായിട്ടില്ല എന്ന് CPI വിലയിരുത്തിയിട്ടുണ്ട്. അതിനവർ പറയുന്ന കാരണം മുസ്ലിം ന്യൂനപക്ഷം എടുക്കുകയാണെങ്കിൽ മലബാറിൽ നല്ല വോട്ടുള്ള കാന്തപുരം വിഭാഗവും SDPI വോട്ടും കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷവും പൂർണ്ണമായും എതിരായിട്ടില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. SDPI പരസ്യമായി തന്നെ ആ പിന്തുണ അറിയിക്കുമ്പോൾ കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും തുടർന്നിരുന്ന പിന്തുണ ഇത്തവണ തുടർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. നാളെയാണ് റിസൾട്ട് വരുന്നത്. ഇപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറെ എട്ടുകാലി മമ്മൂഞ്ഞിമാര് പ്രത്യക്ഷപ്പെടും. ഈ പ്രത്യക്ഷപ്പെടുന്ന ആളുകളൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തിയിട്ട ആളുകള് നാളെ വന്നിട്ട് ഞങ്ങളുടെ വോട്ട് കണ്ടാണ് വിജയിച്ചത്, ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളില്ലെങ്കിൽ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞിറങ്ങും അല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2011 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നപ്പോൾ ലീഗിന് 21 അംഗങ്ങൾ ഉണ്ടായപ്പോൾ, MLA മാരുണ്ടായപ്പോൾ അന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇതേ വാക്കുകളാ, ഞങ്ങളില്ലെങ്കിൽ 2 സീറ്റിൽ പോലും വിജയിക്കില്ല എന്ന്. എന്നാ കുത്തുന്നത് അത്രയും CPMന്. അത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ എട്ടുകാലി മമ്മൂഞ്ഞ ആവാൻ വരണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നാളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് ഈ തന്തയാവുന്ന ഏർപ്പാടിന് ഇറങ്ങി തിരിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. വോട്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്തോ, CPMനോ BJPക്കോ താമരക്കോ അരിവാൾ ചുറ്റികക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്തോ, ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്തയാവാൻ വരണ്ട. ഇതിപ്പോൾ അഡ്വാൻസായി പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഈ വോട്ടിങ് കഴിഞ്ഞപ്പോൾ ചില പ്രതികരണങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്നാ. എന്താ റിസൾട്ട്, ആരാ ജയിക്കുന്ന ഓൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ആദ്യമേ എടുത്തത് കൊണ്ട് ഇത് അഡ്വാൻസ് ആയിട്ട് പറയുന്നതാണ്. നാളെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ CPMൻ്റെ വിലയിരുത്തൽ എന്താ? CPMൻ്റെ വിലയിരുത്തൽ CPM പറയുന്നത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് മാത്രം വോട്ട് ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും. അങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും UDFന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുക അങ്ങനൊന്നുമില്ല. അതൊരു കാലത്തും സംഭവിച്ചിട്ടില്ല. ഇപ്രാവശ്യവും അത് സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അത് ഈ കാന്തപുരം വിഭാഗം പോലെയുള്ള ആളുകൾ, അത് ഓഫ് കോഴ്സ് കാന്തപുരം വിഭാഗം ഉണ്ടാകുന്നത് എവിടെ നിന്നാ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള വിരോധം ഒന്നുകൊണ്ട് മാത്രം കോഴിക്കോട്ടെ മേനോൻ വക്കീൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. മനസ്സിലായില്ലേ? കോഴിക്കോട്ടെ മേനോൻ വക്കീൽ ജന്മം കൊടുത്ത ഒരു സംഘടനയാണ്. അത് എന്തായിരുന്നു കാരണം? അങ്ങനെ ഒരു സംഘടന രൂപപ്പെടാനുണ്ടായ കാരണം എന്താ? മുസ്ലിം ലീഗിനോടുള്ള വിരോധം. ഇനി അത് കാന്തപുരം വിഭാഗം. ഇനി ഇപ്പുറത്ത് മറ്റൊരു കൂട്ടരുണ്ട്, SDPI. കഴിഞ്ഞ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുകയാണ്, 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം 18,000-ലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയപ്പോൾ CPM കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞത് തീവ്രവാദികൾ അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് വിജയിച്ചത് എന്നാണ്. അതങ്ങനെയാണ്. ഇവറ്റകൾക്ക് ഈ തോറ്റ് കഴിഞ്ഞാലേ അതങ്ങോട്ട് സമ്മതിക്കാത്തൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്രാവശ്യം SDPI പരസ്യമായിട്ട് CPMന് പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് കുത്തിയ ആളുകളാണ്. പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് CPMന് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ CPM തന്നെ വിലയിരുത്തുന്നുണ്ട്, അവരുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്, ഈ കാന്തപുരം വിഭാഗത്തിൻ്റെതും SDPIയുടെയും വോട്ടുകൾ നമുക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ആര് തന്നെ പറയുന്നു? CPM തന്നെ പറയുന്നു. CPM അത് പറയാൻ എന്താ കാരണം? അവരുടെ നേതാക്കന്മാർ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്, അവരുണ്ടാക്കിയ ഡീലിൻ്റെ പുറത്താണ്. ഇപ്പോൾ കാന്തപുരം വിഭാഗമായിട്ടൊന്നും പ്രത്യേകം ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് അന്ന് മുതലേ ഇങ്ങനെ തുടർന്ന് പോകുന്ന കാര്യമാണ്. അത് ഇടയ്ക്കൊന്ന് പുതുക്കി കൊടുത്താൽ മതി ബന്ധങ്ങൾ. SDPIയുമായിട്ട് പക്ഷേ ഈ പ്രാവശ്യം ഡീലുണ്ടാക്കി. അതാ ഞാൻ മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ്റെ ഇടത്തെ കൈ ഇടതുപക്ഷനാണല്ലോ. അപ്പോൾ ഇടത്തെ കയ്യിൽ പിണറായി വിജയന് ഏറ്റവും ഇഷ്ടമുള്ള
ഇടത്തെ കൈ, ആ ഇടത്തെ കൈയിൽ RSS ആയിരുന്നു, വലത്തെ കൈയിലോ SDPI. ഈ രണ്ട് വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അത് മറ്റൊരു വിഷയമാണ്. പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ നാളെ റിസൾട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ പത്രക്കാർ ഓടിച്ചെല്ലും ആരടുത്തേക്ക്? അപ്പോൾ പറയും ഞാനാണ് തന്ത, ഞങ്ങളുടെ വോട്ടില്ലെങ്കിൽ ലീഗ് വിജയിക്കില്ല. ഇവരുടെ പ്രവർത്തകർക്ക് കോണി എന്ന് കണ്ണുമ്പോൾ ഈ പിന്നെ നമ്മൾ ഈ നായയെ തൊടുന്ന ഒരു പ്രതീതിയാണ് കോണിച്ചിഹ്നം. ഈ മെഷീനിൽ കോണിച്ചിഹ്നം പണ്ടൊക്കെ മറ്റേ നമ്മൾ ബാലറ്റ് പേപ്പറായിരുന്നു, ഇപ്പോൾ നമ്മൾ മെഷീനാണല്ലോ. ഈ മെഷീനിൽ കോണിച്ചിഹ്നം കാണുമ്പോൾ അവിടെ നായയെ തൊടുന്ന ഒരു പ്രതീതിയാണ്. എന്ന് പറഞ്ഞാൽ കോണിച്ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ 7 വട്ടം കഴുകേണ്ട ഒരവസ്ഥ. അങ്ങനെയാണ് ഇറ്റങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. അവറ്റകൾ കോണിച്ചിഹ്നത്തിൽ കുത്തൂല. എന്നാലോ റിസൾട്ട് വന്ന് വിജയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇറങ്ങിയപ്പോൾ ഞങ്ങളില്ലെങ്കിൽ അങ്ങനെയാണ്, ഞങ്ങളില്ലെങ്കിൽ ആകാശം വീഴും. ഇത് തന്നെയാണ് പിണറായി വിജയനും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത്. ഞാനാണ് തന്ത, ഞാൻ മാത്രമാണ് തന്ത, ഞാനില്ലെങ്കിൽ കേരളം തീർന്ന്, വെടിക്കെട്ട് തീർന്ന്, വെടിപ്പുരക്ക് തീ കൊളുത്തിയ പോലെ ആകും എന്നൊക്കെ രീതിയിൽ പിണറായി വിജയനും തെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നതാ. അങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ അതേ ലൈനിൽ ഞങ്ങളില്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. 2011 ഈ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ബിഗ് TVയിൽ പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റായിട്ടുള്ള വേണുവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്, ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് 21 ആളുകൾ വിജയിച്ചത്, അതല്ലെങ്കിൽ 1 or 2 ലീഗിനുണ്ടാകുള്ളായിരുന്നത്. ആരാ പറയുന്നത്? ലീഗിനോട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവുമുള്ള ഈ കാന്തപുരം വിഭാഗം. മനസ്സിലായില്ലേ? ലീഗിനോടുള്ള എതിർപ്പ്, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധം, അതൊന്നുകൊണ്ട് മാത്രം ഉടലെടുത്ത ഒരു സംഘടനയാ ഈ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന. മനസ്സിലായില്ലേ? അപ്പോൾ അവരാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ ഇവറ്റകളൊക്കെ മാളത്തിൽ നിന്ന് തലപൊന്തിക്കും. ഇപ്പോൾ ഹക്കീം അസ്ഹരി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് വോട്ടിങ് കഴിഞ്ഞതിന് പിന്നാലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ അതൊന്നും പറയുന്നില്ല, ഇനി ഞങ്ങൾ റിസൾട്ട് വരട്ടെ എന്നിട്ട് പറയാം. എന്താ? അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് വോട്ടിങ്ങിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ. വോട്ടിങ്ങിന് മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ അതൊന്നും പറയാനായിട്ടില്ല, ഞങ്ങളിതൊന്നും അങ്ങനെ പരസ്യമായിട്ട് പറയൂല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം കാത്തിരിക്കുന്നത് എന്തിനാ? ഇതിങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഘട്ടം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്തയാവാൻ ഇവരൊക്കെ ഇറങ്ങി പുറപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ ഒന്ന് ജാഗരൂകരാക്കിയിരിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത വോട്ടുകളൊക്കെ ആവിയായിപ്പോയി, ഇത് ഞങ്ങളുടെ വോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയത്തിൻ്റെ അവകാശവാദവുമായിട്ട് തന്തയാവാനുള്ള കുറേ ആളുകൾ മാളത്തിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. നാളെ ഇവറ്റകളൊക്കെ തല പൊക്കി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും പിണറായി വിജയനുമായിട്ടും CPMുമായിട്ടും നടത്തിയ ധാരണകൾ അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? തലശ്ശേരിയിൽ മത്സരിക്കുന്ന കാരായി രാജൻ, ഫസൽ വധക്കേസിലെ 1-ാം പ്രതി, ഫസലിനെ കൊന്നിട്ട് ഫസലിൻ്റെ രക്തം പുരണ്ട വസ്ത്രം അത് മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച പ്രതി ആ കാരായി രാജൻ തലശ്ശേരിയിൽ മത്സരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ആ കാരായി രാജൻ അടക്കം ഈ വ്യക്തികളെയൊക്കെ വന്ന് കണ്ട് പിന്തുണയൊക്കെ വലിയ രീതിയിൽ പിന്തുണയൊക്കെ അപ്പോൾ ഡീലുകളൊക്കെ നടത്തി വോട്ടുകളൊക്കെ കൊടുത്ത് അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ നേടിയെടുത്തിട്ട് ഇനി നാളെ അധികാരത്തിൽ പിണറായി വിജയൻ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ മറ്റു പലരുമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വോട്ട് കൊണ്ടാണ് വിജയിച്ച് കയറിയത് എന്ന് ഉളുപ്പില്ലാതെ വന്ന് വിളമ്പരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്തയാവാൻ ദയവ് ചെയ്തിട്ട് തന്തയാവാൻ വരരുത്. കാരണം ഇത് നിങ്ങൾക്കുറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ CPMന് ഉറപ്പുള്ള കാര്യമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി
ഈ പറയുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ ജനത്തെ വന്നിട്ട് പല്ലിളിച്ച് കാണിച്ച് പരിഹസിച്ചിട്ട് ഞങ്ങളാണ് തന്ത എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്തിട്ട് നാളെ മുതൽ ഇറങ്ങി പുറപ്പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നാളെ തന്നെ വിറ്റകൾ മാളത്ത് നിന്ന് പുറത്ത് ചാടുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നാളെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളാണ് തന്ത എന്ന് മാത്രം ദയവ് ചെയ്തിട്ട് എന്തിനാ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ആ കിട്ടിയ വോട്ട് നിങ്ങളുടെ വോട്ട് കിട്ടിയ ആളുകൾക്ക് ഞങ്ങൾക്ക് കിട്ടി എന്നും ഉറപ്പുള്ള കാര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അതിൻ്റെ തന്തയാവാൻ വരുന്നത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ദയവ് ചെയ്തിട്ട് ഞങ്ങളാണ് തന്ത എന്ന് പറഞ്ഞിറങ്ങരുത്. കാരണം നിങ്ങളും നിങ്ങളുടെ പ്രവർത്തകർക്കും ഈ പറയുന്ന കോണി അല്ലെങ്കിൽ കൈപ്പത്തിയൊക്കെ കാണുമ്പോൾ നായയെ തൊടുന്ന ഒരു പ്രതീതിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അത്തരം അയിത്തവും അത്തരം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ കേട്ടോ, അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് തന്തയാവാൻ വരരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത്.